വിശുദ്ധ റമദാനിലെ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കഴിഞ്ഞാൽ കൃത്യമായ കാരണങ്ങളില്ലാതെ നമുക്കത് ഉപേക്ഷിക്കൽ അനുവദനീയമായി വരുന്നില്ല. നമുക്ക് പരിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കാൻ അനുവദിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കൽ ഒഴിവാകുന്നതായ ചില സാഹചര്യങ്ങൾ ശർഅ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് അൽ മറദ്. ഒന്നാമത്തെ കാരണമാണ് അൽ മറദ്, ഒരാൾ രോഗിയാകുക എന്നുള്ളത്. രോഗത്തെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. രോഗത്തെ ഒന്ന് സ്ഥിരമായി ഒരാളുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതായ, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതും ആ രോഗത്തോടൊപ്പം നോമ്പെടുക്കാൻ സാധിക്കാത്തതുമായ മുസ്മിനായ രോഗം എന്ന് നമ്മൾ പറയും. സ്ഥിരമായി നിലനിൽക്കുന്നതായ രോഗം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് മുമ്പ് കാലത്ത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വേളയിൽ ആളുകൾക്ക് ഖിയാർ ഉണ്ടായിരുന്നു. ഒന്നുകിൽ നോമ്പെടുക്കാം, അതല്ലെങ്കിൽ അതിനു പകരമായി ഭക്ഷണം കൊടുക്കാം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകൾക്കും നോമ്പെടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കി. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫൽയസും. അവിടെയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർത്തും നോമ്പെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ അവരിൽ നിലനിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ മുമ്പ് നോമ്പിന് ബദലായി പഠിപ്പിക്കപ്പെട്ട ഇത്ആം, ഭക്ഷണം കൊടുക്കൽ എന്ന വിധി അവരുടെ വിഷയത്തിൽ നിലനിൽക്കുകയാണ് ചെയ്തത്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ ലാ യസ്തതീആനി അൻ യസൂമാ ഫയുത്ഇമാനി മകാന കുല്ല യൗമിൻ മിസ്കീനൻ. ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അഥവാ അതിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടെങ്കിലും അത് നിലനിൽക്കുന്നത് രണ്ടുപേരുടെ വിഷയത്തിലാണ്. ഒന്ന് പ്രായാധിക്യം ചെന്ന വൃദ്ധനും, അതേപോലെ തന്നെ രണ്ടാമതായി പ്രായാധിക്യം ചെന്ന വൃദ്ധയും. ഇവരുടെ വിഷയത്തിൽ പ്രായാധിക്യം കൊണ്ടോ രോഗത്തിൻ്റെ അവസ്ഥ കാരണത്താലോ ഇനി ഒരിക്കലും നോമ്പെടുത്ത് വീട്ടാനുള്ള അവസ്ഥ പോലും അവരിൽ അവശേഷിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ അവർക്കാണ് ഇത്ആം, ഭക്ഷണം കൊടുക്കൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ രോഗി എന്ന് പറയുന്നത് നിശ്ചിതമായ സമയത്തേക്ക് അയാളിൽ ആ രോഗമുണ്ട്. റമദാനിൽ അയാൾക്ക് ആ രോഗം പിടിപെട്ടത് കാരണത്താൽ ആ സമയത്ത് നോമ്പെടുക്കാൻ അയാൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ റമദാനിന് ശേഷം അയാൾക്ക് നോമ്പെടുത്ത് വീട്ടാൻ സാധിക്കുന്ന ആളാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ഒരാൾ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ മറ്റൊരു ദിവസത്തിൽ അയാൾ നോമ്പെടുത്ത് വീട്ടിക്കൊള്ളട്ടെ എന്ന് പഠിപ്പിക്കുന്നത് അവിടെയാണ്. ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മിഖ്ദാർ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്രയാസത്തിൽ കഴിയുന്ന രോഗികളുണ്ടെങ്കിൽ അവർ സ്വബോധത്തോടു കൂടിയുള്ള അവസ്ഥയിലാണെങ്കിലേ അവർക്ക് നോമ്പ് നിർബന്ധമാകുന്നുള്ളൂ. ഇപ്പോൾ പ്രായാധിക്യം വന്ന് സ്വന്തം ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവർ മുക്കല്ലഫല്ല, അവർക്ക് നോമ്പില്ല, അവർക്ക് നമസ്കാരമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ബാധകമാകുന്നില്ല. എന്നാൽ വിവേകമുണ്ട്, ബോധമുണ്ട്, നോമ്പിനെക്കുറിച്ച് അറിയുന്നയാളാണ്, പരിശുദ്ധ റമദാനാണ് ഇത് എന്ന് അയാൾക്ക് ബോധമുണ്ട്. പക്ഷേ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണത്താൽ അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കാത്ത, സ്ഥിരമായി ആ അസുഖം നിലനിൽക്കുന്ന ആളാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്ആം, ഭക്ഷണം കൊടുക്കലുള്ളത്. എന്നാൽ പ്രായാധിക്യം ചെന്ന് വിവേകം നഷ്ടപ്പെട്ട്, അതേപോലെ തന്നെ ബുദ്ധി നഷ്ടപ്പെട്ട്, ഓർമ്മ നഷ്ടപ്പെട്ട് അത്രയും പ്രായം ചെന്ന ആ രൂപത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് തെക്ലീഫില്ല, അവർക്ക് ഇബാദത്തുകൾ നിർബന്ധമാകുന്നില്ല. കാരണം അവരിൽ നിന്ന് തെക്ലീഫിൻ്റെ കാരണമായ തെക്ലീഫിൻ്റെ ഷർത്തുകളിൽപ്പെട്ട അഖ്ല്, ബുദ്ധി എന്നുള്ളത് അവരിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണം കൊടുക്കലിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മിഖ്ദാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പഠിപ്പിക്കപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിസ്ഫു സാ,
അതായത് ഒരു സ്വാഇന്റെ പകുതിയാണ് ഭക്ഷണം നൽകേണ്ടത്. അതിനെ ഒന്നുകിൽ പരിശുദ്ധ റമദാനിൽ ആദ്യത്തെ ദിവസം തന്നെ 30 ദിവസത്തേക്കുള്ളതും മുൻകൂട്ടി നൽകുകയോ അതാത് ദിവസങ്ങളിൽ അതാത് ദിവസത്തിലേക്കുള്ളത് നൽകുകയോ അതല്ലെങ്കിൽ എല്ലാം കൂടെ അവസാനത്തിൽ നൽകുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭക്ഷണം പാകം ചെയ്ത് ഫുഖറാക്കളെ ക്ഷണിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകാം. ജുംഹൂറുൽ ഫുഖഹാഇന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് പാവപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ റമദാനിൻ്റെ ആദ്യത്തിൽ നൽകാം, അതല്ലെങ്കിൽ അതിൻ്റെ വസത്തിൽ നൽകാം, ഓരോ ദിവസവുമായി നൽകാം, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നൽകാം. ഇങ്ങനെയെല്ലാം ഒരു ദിവസത്തിന് നിസ്ഫു സാ, അതായത് ഏകദേശം 1 കിലോ ഗോതമ്പ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 2 കിലോ 40 ഗ്രാം ഗോതമ്പാണ് ഒരു സ്വാ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു സ്വാഇൻ്റെ അളവ് ലഭിക്കണമെങ്കിൽ, ഒരു പാത്രം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 2 കിലോ 40 ഗ്രാം ഗോതമ്പ് കൊള്ളുന്ന ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കി, അതാണ് ഒരു സ്വാ പാത്രം. അതിൻ്റെ പകുതി, അതാണ് ഏകദേശം 1 കിലോ എന്ന് പറഞ്ഞത്, അതാണ് ഒരാൾക്ക് ഭക്ഷണമായിട്ട് നൽകേണ്ടത്. നിസ്ഫു സാ, അത് കാരക്കയായോ ഗോതമ്പായോ മറ്റു സാമഗ്രികളായോ, ഇനി അതിൽ കൂടുതലും നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും നൽകാവുന്നതാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടത് ഇപ്രകാരമാണ്. രണ്ടാമതായി ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതായ സാഹചര്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അസ്സഫറു, യാത്രയാണ്. നമ്മൾ ഹദീസുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ഒക്കെ പരിശോധിച്ചാൽ എവിടെയും സഫറിൻ്റെ കൃത്യമായ ഒരു പരിധി നിർണയിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് യാത്ര എന്നാൽ ഇത്ര ദൂരമാണ്, യാത്ര എന്നതിൻ്റെ പരിധി ഇത്രയാണ് എന്ന രൂപത്തിൽ പ്രത്യേകമായി അതിൻ്റെ ഹുദൂദ് പഠിപ്പിക്കുന്നതായ, പരിധി പഠിപ്പിക്കുന്നതായ പ്രമാണങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഉസൂലുൽ ഫിഖ്ഹിൽ ഒരു നിയമമുണ്ട്, നമുക്ക് പ്രമാണത്തിൽ ഒരു കാര്യത്തിൻ്റെ പരിധി നിർണയിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയത്തിൽ അതിൻ്റെ പരിധി പഠിക്കാൻ വേണ്ടി നമ്മൾ മടങ്ങേണ്ടത് ഉർഫിലേക്കാണ്, നാട്ടുനടപ്പിലേക്കാണ്. അപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് നമുക്കൊരു യാത്ര എന്ന് നമ്മൾ പറയുന്നതാണെങ്കിൽ അവിടെ ഖസർ അനുവദനീയമാണ്, അതുപോലെ തന്നെ ഫിത്ർ അനുവദനീയമാണ്, നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. അതിന് കൃത്യമായ ഒരു വഴിദൂരമോ ഇന്ന കാര്യത്തിന് യാത്ര എന്ന് പറയും, ഇന്ന കാര്യത്തിന് പറയുകയില്ല എന്ന രൂപത്തിൽ കൃത്യമായി അതിൻ്റെ ഒരു തോത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉർഫിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത് എന്നതാണ് അതിലുള്ള പ്രബലമായ അഭിപ്രായമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. എന്നാൽ പലപ്പോഴും നമുക്കുണ്ടാകാറുള്ള സംശയം, എനിക്ക് യാത്രയിൽ നോമ്പ് എടുക്കാമല്ലോ, അപ്പം ഞാൻ നോമ്പ് എടുക്കുന്നതാണോ നല്ലത്, അതല്ല യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതാണോ നല്ലത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാർ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമ്പ് എടുക്കാനും നോമ്പ് എടുക്കാതിരിക്കാനുമുള്ള ഖിയാർ, ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇൻ ശിഅ്ത ഫസും വ ഇൻ ശിഅ്ത ഫഅഫ്തിർ. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ നോമ്പെടുത്തു കൊള്ളുക, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക. മാത്രമല്ല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കുന്നാ നുസാഫിറു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഅബി الصائم على المفطر فلم يعب الصائم على المفطر ولا المفطر على الصائم. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളകളിൽ ഞങ്ങളിൽ നിന്ന് നോമ്പുകാരായ ആളുകൾ നോമ്പില്ലാത്തവരെ മോശമായി പറയുകയോ നോമ്പില്ലാത്തവർ നോമ്പ് നോറ്റവരെ മോശമായി പറയുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ യാത്ര പോകുന്ന വേളയിൽ ചില ആളുകളൊക്കെ നോമ്പുള്ളവരാണ്, ചില ആളുകളൊക്കെ നോമ്പില്ലാത്തവരാണ്. എന്നാൽ ഈ വിഷയത്തിലുള്ളൊരു മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ നോമ്പെടുക്കുന്നത് പ്രയാസകര അല്ലെങ്കിൽ ക്ലേശമുണ്ടാക്കുമെങ്കിൽ, യാത്രാ ക്ലേശമുണ്ടാക്കുമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കാതിരിക്കലാണ് അഫ്ളൽ. ഒരാൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത യാത്രയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഉപേക്ഷിക്കാം, പക്ഷെ നോമ്പെടുക്കലാണ് അഫ്ളൽ. ഇനി നോമ്പെടുക്കുന്നത് ഒരാൾക്ക് ശാരീരികമായി
വല്ല ദററും ഉപദ്രവവും ഉണ്ടാക്കുമെങ്കിൽ അയാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഫഗലബ അലർ റജുലി, ഒരു മനുഷ്യന് അയാൾക്ക് ബോധക്ഷയം സംഭവിച്ചു. അങ്ങനെ അയാളുടെ ചുറ്റും ആളുകൾ കൂടി, എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നുകൊണ്ട് അവരോട് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം യാത്രയിലാണെങ്കിൽ ഇദ്ദേഹം നോമ്പെടുത്ത ആളാണ്, പക്ഷെ എന്ത് സംഭവിച്ചു? യാത്രയുടെ വേളയിൽ അദ്ദേഹത്തിന് നോമ്പ് കാരണത്താൽ, ക്ഷീണം കാരണത്താൽ ബോധക്ഷയം സംഭവിച്ച് അദ്ദേഹം വീണുപോയതാണ് റസൂലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫരി, യാത്രയിൽ നോമ്പെടുക്കുന്നത് പുണ്യത്തിൽപ്പെട്ടതല്ല. അപ്പോൾ നമുക്ക് രണ്ട് രൂപത്തിലുള്ള ഹദീസുകൾ ഇവിടെ വന്നു. അപ്പോൾ ആ ഹദീസുകളിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ഞങ്ങളിൽ നിന്ന് ചിലരൊക്കെ നോമ്പെടുക്കും, ചിലരൊന്നും നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ഒരാൾക്ക് നോമ്പ് അദ്ദേഹം എടുക്കുകയും അദ്ദേഹം ബോധക്ഷയം സംഭവിച്ച് വീഴുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫരി, പുണ്യത്തിൽപ്പെട്ടതല്ല, പുണ്യകരമല്ല ഒരാൾ യാത്രയുടെ വേളയിൽ നോമ്പെടുക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ദററ് അയാളുടെ ശരീരത്തിനോ അതേപോലെ തന്നെ അയാളുടെ മസ്ലഹത്തിന് വിരുദ്ധമായി അയാളുടെ നോമ്പ് ചെന്ന് ഭവിക്കുമെങ്കിൽ അയാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സഫറുമായി ബന്ധപ്പെട്ട്, യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമുക്ക് സാധാരണ നിലയ്ക്ക് യാത്രയിലുണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മൾ ഒരു നാട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എവിടെ വെച്ചാണ് ഞാൻ നോമ്പ് മുറിക്കേണ്ടത്? ഞാൻ നോമ്പെടുത്ത നാട്ടിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയം നോക്കിയിട്ടാണോ, ഞാൻ എത്തുന്ന നാട്ടിലെ സമയം നോക്കിയിട്ടാണോ, ഇനി ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണോ, എവിടെ വെച്ചിട്ടാണ് നോമ്പ് നോൽക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കാൻ ലളിതമായ നിസാരമായ ഒരു മാനദണ്ഡം നമുക്ക് നൽകി. എന്താ മാനദണ്ഡം? ഇദാ അഖ്ബലൽ ലൈലു മിൻ ഹാഹുനാ വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുനാ വഗാബത്തിശ് ശംസു ഫഅഫ്തിർ, അല്ലെങ്കിൽ അഫ്തറ സ്സായിമു. ഇവിടെ നിന്ന് രാവ് വരികയും ഇവിടെ നിന്ന് പകല് നീങ്ങിപ്പോകുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ വഗറബത്തിശ് ശംസു ഫഅഫ്തറ സ്സായിമു, നോമ്പുകാരൻ എന്ത് ചെയ്യട്ടെ? അയാൾ നോമ്പ് മുറിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഫ്ലൈറ്റിലാകുന്ന സമയത്ത് നമ്മൾ സൂര്യൻ അസ്തമിച്ചതായി നമുക്ക് മനസ്സിലായാൽ നമുക്കപ്പോൾ നോമ്പ് മുറിക്കാം. ഇനി നമ്മളൊരു നാട്ടിലാണ്, അവിടെ നിന്ന് സൂര്യൻ അസ്തമിച്ചു, മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചു, നമ്മൾ അവിടെ നിന്ന് നോമ്പ് തുറന്നു, അപ്പോൾ തന്നെ നമ്മളുടെ ഫ്ലൈറ്റ് പുറപ്പെടുക. ആ പുറപ്പെട്ട സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഫ്ലൈറ്റ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ സൂര്യനെ കാണുന്നുണ്ടാകും. നമ്മൾ നോമ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും നോൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പകൽ നീങ്ങുകയും രാവ് വരികയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് അവിടെ നോമ്പ് തുറക്കൽ അനുവദനീയമായി എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് സൂര്യ അസ്തമയം എന്നുള്ളതാണ്. നമ്മൾ എവിടെ വെച്ചാണോ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. ഇനി നോമ്പ് തടയുന്നതായ മവാനിഉസ് സിയാം, അതുള്ളവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന കാര്യമാണ് അൽ ഹൈദു വന്നിഫാസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഇദാ ഹാദത് ലം യസും ലം തസും വലം തുസല്ലി, അവർക്ക് ഹൈദുണ്ടായാൽ അവർ നോമ്പെടുക്കുകയുമില്ല, അവർ നമസ്കരിക്കുകയുമില്ല. നമസ്കാരവും നോമ്പും അവർക്ക് ബാധകമല്ല. അതിൽ നിന്ന് നോമ്പ് അവർ പിന്നീട് നോറ്റുവീട്ടുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു, എന്നാൽ നമസ്കാരം അവർ ചെയ്തു വീട്ടേണ്ടതുമില്ല. അപ്പോൾ ഹൈദും നിഫാസുമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ലാത്തതാകുന്നു. നാലാമത്തെ കാര്യം, നോമ്പ് ഒഴിവാക്കൽ നേരത്തെ പറഞ്ഞ ഷർത്തുകളുള്ള ആളുകളിൽ നിന്ന് ഒഴിവാകുന്നതായ ആളുകളിൽപ്പെട്ടതാണ് അൽ ഹംലു വർ-റിദാ, ഗർഭിണികളായ സ്ത്രീകളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഇന്നല്ലാഹ വദഅ അനിൽ മുസാഫിരി ശത്റ الصലാത്തി വസ്സൗമി വഅനിൽ ഹബ്ല വൽ മുർദിഇ അസ്സൗമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫിറായ ആളുകളിൽ നിന്ന് അവർക്ക് നമസ്കാരത്തിൻ്റെ പാതിയും നോമ്പും ഒഴിവാക്കി കൊടുത്തു. എന്നാൽ ഗർഭിണിയായ സ്ത്രീയും അതുപോലെ തന്നെ മുർദിഅത്തായ സ്ത്രീയും മുലയൂട്ടുന്നതായ സ്ത്രീയും അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഗർഭിണിയാണ് എന്നതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം എന്നാണോ? അല്ല. ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, നല്ല ആരോഗ്യമുള്ള, നോമ്പ് ഒരിക്കലും അവരുടെ മുലയൂട്ടലിനെയോ കുട്ടിയുടെ ആരോഗ്യത്തെയോ അവരുടെ ആരോഗ്യത്തെയോ ബാധിക്കാത്തതായ ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ ആണെങ്കിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അവർക്ക് നോമ്പ് വാജിബാണ്. അപ്പോൾ ഗർഭിണിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാകുന്നില്ല. ഗർഭിണിയാകുകയും നോമ്പെടുക്കുന്നത് അവർക്കോ അവരുടെ കുഞ്ഞിനോ പ്രയാസകരമായി ഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് പിന്നീട് നോറ്റ് വീട്ടണം എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അതായത് നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഭക്ഷണം കൊടുക്കും, പിന്നെ അവർ ആ നോമ്പ് നോറ്റ് വീട്ടുകയില്ല. അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ആ ഒരു പ്രയാസം കൊണ്ട് അവർക്ക് ഇളവുണ്ടെങ്കിൽ അവർ ഒരു നോമ്പെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു നോമ്പെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു നോമ്പെടുത്ത് അങ്ങനെയെങ്കിലും അവർക്ക് ആ നോമ്പ് നോറ്റ് വീട്ടാൻ സാധിക്കുമെങ്കിൽ അവർ നോറ്റ് വീട്ടുക തന്നെയാണ്. നോറ്റ് വീട്ടൽ അവർക്ക് നിർബന്ധവുമാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവർ രോഗിയെപ്പോലെയാണ്, അതായത് സാന്ദർഭികമായി രോഗം വന്ന് ഭവിക്കുന്ന ആളുകളെ പോലെയാണ്. അതാണ് ഒന്നാമത്തെ കാരണം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും എന്ന് പറയുന്നതിൽ അവരും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ കാരണം, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? യാത്രക്കാരന് നമസ്കാരത്തിൻ്റെ പാതിയും നോമ്പും യാത്രയുടെ വേളയിൽ അള്ളാഹു ഒഴിവാക്കി കൊടുത്തു. ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീക്കും നോമ്പും ഒഴിവാക്കി കൊടുത്തു. യാത്രക്കാരനെയും മുലയൂട്ടുന്നതും ഗർഭിണിയുമായ സ്ത്രീയെയും നോമ്പിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരുമിച്ച് പരാമർശിച്ചു. യാത്രക്കാരൻ യാത്രയുടെ വേളയിൽ ഒഴിവാക്കുന്നതായ നോമ്പ് പിന്നീട് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ യാത്രക്കാരനോട് ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖിയാസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുലയൂട്ടുന്ന സ്ത്രീയെയും അതേപോലെ തന്നെ ഗർഭിണിയെയും ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒഴിവാക്കി കൊടുത്ത് അവരത് നോമ്പ് നോറ്റ് വീട്ടണം എന്നർത്ഥം. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും വന്നൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, വൽ മുർദിഉ മുലയൂട്ടുന്ന സ്ത്രീയും അതേപോലെ തന്നെ വൽ ഹുബ്ല ഇദാ ഖാഫത അലാ ഔലാദിഹിമാ അഫ്തറത വഅത്അമത. മുലയൂട്ടുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീയും അവരുടെ കുട്ടികളുടെ വിഷയത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ അവർ നോമ്പ് മുറിക്കുകയും അവർ ആ ദിവസത്തിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ ഒരുപാട് ഇമാമിങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. സ്വന്തത്തിനു വേണ്ടിയല്ലാതെ കുട്ടിയുടെ വിഷയത്തിൽ, അതായത് കുട്ടിയുടെ വിഷയത്തിൽ ഭയപ്പെടുന്നത് കാരണത്താൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ നോറ്റ് വീട്ടുന്നതോടൊപ്പം ഭക്ഷണം കൂടി കൊടുക്കണം എന്നതിലേക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ സൂചന നൽകുന്നത്. അല്ലാതെ അവർ ഭക്ഷണം കൊടുത്താൽ മതി, നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല എന്നതിലേക്കല്ല. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. രണ്ട് വിഷയത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഉള്ള സംശയം എന്താ? ഗർഭിണിയായ സ്ത്രീ നോമ്പ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ വെറും ഭക്ഷണം കൊടുത്താൽ മതിയോ, അല്ല നോമ്പ് നോറ്റ് വീട്ടണോ? അവിടെ ഏറ്റവും സേഫും ഏറ്റവും അഹ്വത്ത്,
അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂക്ഷ്മമായ നിലപാടും സംശയത്തിന് അതീതമായതും നോറ്റ് വീട്ടുകയെന്നുള്ള നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയാണ് പ്രാമാണികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖിലാഫുള്ള വിഷയമാണ് എങ്കിലും പ്രബലമായ അഭിപ്രായം എന്ന നിലക്ക് ഗർഭിണിയാകട്ടെ മുലയൂട്ടുന്ന സ്ത്രീയാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് അവർ ആ നോമ്പ് നോറ്റുവീട്ടണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തത്തിനോ കുഞ്ഞിനോ ദോഷകരമായി ബാധിക്കുമെന്ന് ഗർഭിണിയോടോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീയോടോ ആ വിഷയവുമായി കൃത്യമായി അറിവുള്ളൊരു ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ നമ്മളത് കേൾക്കണം. ഇപ്പോൾ ചില സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അപ്പോൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതൊന്നും കേൾക്കാതെ ചില ആളുകൾ എന്ത് ചെയ്യൊക്കെ ഞാൻ തവക്കൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ നോമ്പെടുക്കും. ചിലപ്പോൾ അത് കുട്ടിയെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ അവസ്ഥയും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ കുട്ടിയുടെ അവസ്ഥയൊക്കെ അവർക്കാണ് കൂടുതലും അറിയുന്നത്. അത് അറിവുള്ള ആളുകളോട് ചോദിച്ച ആ വിഷയത്തിൽ അവർ നിലപാട്. അപ്പോൾ അത് ഓരോരുത്തരുടെ അവസ്ഥയും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ കുട്ടിയുടെ അവസ്ഥയൊക്കെ അവർക്കാണ് കൂടുതലും അറിയുന്നത്. അത് അറിവുള്ള ആളുകളോട് ചോദിച്ച ആ വിഷയത്തിൽ അവർ നിലപാടെടുക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായൊരു കാര്യം, പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഗർഭിണിയായിരിക്കെ അവർക്കുണ്ടാകുന്നതായ രക്തസ്രാവം, അതായത് ഗർഭം നിലനിൽക്കെ പ്രസവിക്കാനുള്ള സമയത്തോടനുബന്ധിച്ച് പ്രസവവുമായി ബന്ധപ്പെട്ട് വരുന്നതായ രക്തസ്രാവമാണെങ്കിൽ അത് നിഫാസുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ നമ്മൾ മെഡിക്കൽ ടേം അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ മൂക്കസ് പ്ലഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഉണ്ടാകുന്നതായ ചെറിയ രൂപത്തിലുള്ള ബ്ലീഡിങ്ങും കാര്യമൊക്കെ അത് നിഫാസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്നാൽ അല്ലാതെ ഉണ്ടാകുന്നതായ ഗർഭമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് റെസ്റ്റൊക്കെ പറയും ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ. ആ ബ്ലീഡിങ് നോമ്പ് ഉപേക്ഷിക്കലോ നമസ്കാരം ഉപേക്ഷിക്കലോ ചെയ്യേണ്ടതായ ബ്ലീഡിംഗ് അല്ല. ആ സമയത്ത് അവർക്ക് നമസ്കാരമുണ്ട്. ആ സമയത്ത് കാരണം അത് ഹൈദിൽപ്പെട്ടതുമല്ല, അത് നിഫാസിൽപ്പെട്ടതുമല്ല. അവർ നോമ്പും എടുക്കണം. നോമ്പെടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ നോമ്പെടുക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുകയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഉപേക്ഷിക്കുകയും പിന്നീട് നോറ്റ് വീട്ടുകയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില ആളുകൾ ഇതേപോലെയുള്ള ബ്ലീഡിങ് ആ സമയത്ത് നമസ്കാരം വരെ ഉപേക്ഷിക്കും, ബ്ലീഡിങ് ഉണ്ട് എന്ന് പറയും. എന്നാൽ ആ ബ്ലീഡിങ് ഗർഭവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് നിങ്ങളോട് റെസ്റ്റ് പറയുന്നതായ ബ്ലീഡിങ് അത് നിങ്ങൾക്ക് നമസ്കാരം ഉപേക്ഷിക്കേണ്ടതായ ബ്ലീഡിങ് അല്ല. ചിലപ്പോൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കുന്നതും പ്രയാസകരമായി കിടന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങളിലാണ് നിങ്ങളുള്ളതെങ്കിൽ കിടന്ന് നിസ്കരിച്ചാൽ മതി. ആ കുട്ടിക്ക് അത് അപകടകരമായി ബാധിക്കുമെങ്കിൽ നിങ്ങൾ കിടന്നേ നിസ്കരിക്കാവൂ അല്ലെങ്കിൽ ഇരുന്നേ നിസ്കരിക്കാവൂ. പക്ഷേ നിങ്ങൾക്ക് നമസ്കാരമുണ്ട്. അതുപോലെ തന്നെ നോമ്പ് നിങ്ങൾക്ക് നോൽക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പും ഉണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. നോമ്പ് മുറിക്കുന്നതായ കാര്യങ്ങൾ, ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട നോമ്പ് മുറിക്കുന്നതായ കാര്യമാണ് വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അതായത് നിങ്ങൾക്ക് ഫജ്ർ വെളിപ്പെടുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. അപ്പോൾ ഫജ്ർ പ്രഭാതം വെളിപ്പെട്ടതിന് ശേഷം പിന്നീട് തിന്നുകയും കുടിക്കുകയും ചെയ്യുകയെന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച 2 റുക്നുകളുണ്ട് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ റുക്ന് നിയ്യത്ത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ റുക്ന് ഇതാണ് അൽ ഇംസാക്ക്, അതായത് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കലാണ്. ഏതിൽ നിന്നൊക്കെ എന്ന് വെച്ചാൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഷഹ്വത്തിൽ നിന്നും, ഒരാളുടെ ലൈംഗികമായ അയാളുടെ വികാരങ്ങളിൽ നിന്നും അയാൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടു, ഭക്ഷണം കഴിക്കുക, പാനീയങ്ങൾ നോമ്പുകാരനായിരിക്കെ അയാൾ നിർവഹിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം അൽ ജിമാ, അത് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമാണ്, ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധമാണ്. അതിലൊരാൾ ഏർപ്പെടുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ മുഫ്തിർ, അതായത് അയാൾക്ക് കഫാറത്ത് കൂടി അയാളുടെ മേൽ നിർബന്ധമായി തീരുന്നതായ നോമ്പ് മുറിക്കുന്ന കാര്യം, അതാണ് നോമ്പുകാരനായിരിക്കെ നോമ്പിൻ്റെ സമയത്ത് പരിശുദ്ധ റമദാനിൽ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക
എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കഫാറത്തായി പഠിപ്പിച്ചത് ഒരു അടിമയെ മോചിപ്പിക്കണം. ഒന്നാമതായി ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. അടിമയെ ലഭിക്കാതെ വന്നു, അല്ലെങ്കിൽ മോചിപ്പിക്കാൻ അയാൾക്ക് സാമ്പത്തികമായി സാധിക്കുന്നില്ല എങ്കിൽ അയാൾ 2 മാസം നോമ്പെടുക്കണം. അതിന് ശാരീരികമായി സാധിക്കാത്ത ആളാണെങ്കിൽ മാത്രം അതും അടുപ്പിച്ച് നോമ്പെടുക്കണം. സാധിക്കാത്ത ആളാണെങ്കിൽ അയാൾ 60 പേർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള മുഫ്തിറാണ് എന്നർത്ഥം. മൂന്നാമത്തെ കാര്യമാണ് അറിഞ്ഞുകൊണ്ട് തഖയ്യുഉ അംദൻ, അറിഞ്ഞുകൊണ്ട് ഛർദ്ദിക്കുക. ഒരാൾ എന്തെങ്കിലും വായിൽ കൈയിട്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഛർദ്ദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് മനഃപൂർവ്വം ഛർദ്ദിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദറഅഹുൽ ഖൈ ഫലൈസ അലൈഹി ഖദാ. ഒരാൾക്ക് ഛർദ്ദി അയാളുടെ ഖിയാറോട് കൂടി അല്ലാതെ തേട്ടി വന്നതാണ്, അയാൾക്ക് നോമ്പ് നോറ്റു വീട്ടേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരാൾ വമൻ ഇസ്തഖാഅ അംദൻ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഛർദ്ദിച്ചതാണെങ്കിൽ അയാൾ ഫൽയഖ്ദി, അയാൾ ആ നോമ്പ് നോറ്റു വീട്ടിക്കൊള്ളട്ടെ. നാലാമത്തെ കാര്യം അൽ ഹിജാമ ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തറൽ ഹാജിം വൽ മഹ്ജൂം. ഹിജാമ ചെയ്യുന്ന നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവൻ്റെയും നോമ്പ് ബാത്തിലാണ്. അപ്പോൾ ചെയ്യിപ്പിച്ചവൻ നമുക്കറിയാം, അയാളുടെ രക്തം ശരീരത്തിൽ നിന്ന് പുറത്തു പോയി എന്നതാണ് അയാളുടെ നോമ്പ് മുറിയാൻ കാരണമായത്, അല്ലേ? ധാരാളമായി അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു പോകുന്നു, അതും അയാളുടെ അറിവോട് കൂടി പുറത്തു പോകുന്നു, അതാണ് അയാളുടെ നോമ്പ് മുറിയാൻ കാരണമായത്. എന്നാൽ ഈ ഹിജാമ ചെയ്ത ആളുടെ നോമ്പ് എന്തുകൊണ്ടാണ് മുറിയുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ കൊമ്പ് വെക്കുമ്പോൾ ഈ കൊമ്പ് വെച്ച ശേഷം വായ കൊണ്ട് രക്തം വലിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, സക്ക് ചെയ്ത് ഈ എയർ പ്രഷർ കൊടുത്ത് രക്തം സക്ക് ചെയ്തെടുക്കണം. അവിടെ അങ്ങനെയുള്ള മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഹിജാമ ചെയ്യുന്ന ആളുടെ നോമ്പ് മുറിയുന്നില്ല. അതാണ് അതിലുള്ള ശരിയായ അഭിപ്രായം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ ആ കപ്പ് അതല്ലെങ്കിൽ കൊമ്പ് വെച്ചുകൊണ്ട്, അവർ കൊമ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ആ കൊമ്പ് വെച്ചുകൊണ്ട് വായ കൊണ്ട് വലിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഹിജാമ ചെയ്യുന്ന ആളുടെ നോമ്പും മുറിയുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് എന്ന് അനേകം ഇമാമിങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ രക്തം ശരീരത്തിൽ നിന്ന് തൻ്റെ അറിവോടുകൂടി ധാരാളം പുറത്തു വരികയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയാൻ അത് ഇടവരുത്തും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രക്തദാനം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷത്തേക്ക് മാറ്റിവെക്കുക. ഇനി അനിവാര്യമായ സമയത്താണെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? രക്തം നൽകുകയും സൂക്ഷ്മത എന്ന നിലക്ക് ആ നോമ്പ് നോറ്റു വീട്ടുകയും ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അയാളോടുള്ള കരുണ എന്നുള്ള നിലക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ശരീരത്തിന് ക്ഷീണം സംഭവിക്കും. അപ്പോൾ അയാൾ നോമ്പിൽ തുടരുക എന്നുള്ളത് പെട്ടെന്ന്, ചിലപ്പോൾ നമുക്കറിയാം, ചില സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾ പാനീയങ്ങൾ കഴിക്കേണ്ടി വരും. അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വെള്ളം കുടിക്കേണ്ടി വരും, രക്തദാനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരാൾ നോമ്പുകാരനായി തുടർന്നുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾ എൻ്റെ നോമ്പ് മുറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടരുകയും അയാൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് പ്രയാസം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇനി അങ്ങനെ രക്തം നമ്മൾ അനിവാര്യമായി നിർബന്ധിത സാഹചര്യത്തിൽ ധാരാളമായി ദാനം ചെയ്യേണ്ടി വന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ നോമ്പ് എന്ത് ചെയ്യുക, നമ്മൾ നോറ്റു വീട്ടുക. അതാണ് ഏറ്റവും സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഖുറൂജു ദമിൽ ഹൈദി അവിൻ നിഫാസ്, ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ രക്തം വന്നാൽ ആ രക്തം വരുന്നതോട് കൂടി തന്നെ അവർ നോമ്പുകാരാണെങ്കിൽ അവരുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ ഹൈദും നിഫാസ് ഉള്ളവരാണെങ്കിൽ നോമ്പ് പിടിക്കാൻ അവർക്ക് പാടില്ല. എന്നാൽ നോമ്പുകാരായിരിക്കെ ഹൈദിൻ്റെ രക്തമോ നിഫാസിൻ്റെ രക്തമോ അവർക്കുണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് മുറിയുകയും അവരെന്ത് ചെയ്യണം, അവർ പിന്നീട് ആ നോമ്പ് നോറ്റുവീട്ടുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായി നിമിഷങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചാലോ ആ നോമ്പ് അവർക്ക് മുറിയുന്നതാണ്. സൂര്യൻ അസ്തമിച്ച ശേഷം നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അവർ പിന്നെ ആ നോമ്പ് വീട്ടേണ്ട ആവശ്യമില്ല, നോമ്പ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ളൊരു സംശയമാണ്, നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്തു എന്താ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂദാവൂദ് ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ, ഇദാ സമിഅ അഹദുകുമുൻ നിദാഅ വൽ ഇനാഉ അലാ യദിഹി, ഒരാൾ അയാളുടെ പാത്രം കയ്യിൻ്റെ മേലെ ഇരിക്കെ അയാൾ ബാങ്ക് വിളി കേട്ടാൽ, ഫലാ യദഅഹു, അയാൾ ആ പാത്രം താഴെ വെക്കരുത്, ഹത്താ യഖ്ദിയ ഹാജതഹു മിൻഹു, അതിൽ നിന്ന് അവൻ്റെ ആവശ്യം നിറവേറ്റിയിട്ടല്ലാതെ. എന്നാൽ ആ ഹദീസ് മാത്രം നമ്മൾ എടുത്താൽ പോരാ, വേറെ ഹദീസുകളുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുലു വഷ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, ഏതുവരെ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് വരെ. അദ്ദേഹം ബാങ്ക് വിളിച്ചാൽ പിന്നെ നിങ്ങൾ തിന്നാനോ കുടിക്കാനോ പാടില്ല. എന്തുകൊണ്ടാണത്? കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ധനായിരുന്നു. അദ്ദേഹത്തിന് പ്രഭാതം ഫജ്റിന്റെ സമയമായോ എന്ന് കണ്ട് ബാങ്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ധനാണ്. അദ്ദേഹമാണ് രണ്ടാമത്തെ ബാങ്ക് നിർവഹിച്ചിരുന്നത്. ഒന്നാമത്തെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് നിർവഹിച്ചിരുന്നത്. വേറൊരു ഹദീസ് കാണാൻ സാധിക്കും, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക, പ്രശ്നമില്ല. പക്ഷേ ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഫഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യുഖാല ലഹു അസ്ബഹ്ത അസ്ബഹ്ത. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഇതാ പ്രഭാതമായി എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ബാങ്ക് കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രഭാതമായി എന്ന് ഉറപ്പുള്ള ബാങ്കാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ ബാങ്ക്. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് പ്രഭാതമാകുന്നതിൻ്റെയും മുന്നേ ആളുകൾക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാനും അത്താഴത്തിന് എഴുന്നേൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ബാങ്കാണ്. അപ്പോൾ എഴുന്നേറ്റിട്ട് സുബഹിസ്കരിക്കാൻ പറ്റില്ല, സുബഹിൻ്റെ സമയം ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ കയ്യിൽ പാത്രമുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് താഴെ വെച്ചാൽ മതി എന്ന് പറയുന്ന ഹദീസ്, അതിനെ ഇമാമിങ്ങൾ ഈ ഹദീസുകൾ ജംഅ ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഅദ്ദിൻ സമയമായിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് കൃത്യമായ വ്യക്തതയില്ലെങ്കിൽ, അതല്ലെങ്കിൽ സമയത്തിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്നതാണെങ്കിൽ അപ്പോൾ അയാൾക്ക് കഴിക്കാം എന്നാണ് ആ ഹദീസ് പ്രകാരം അർത്ഥമാക്കുന്നത്. എന്നാൽ പ്രഭാതം പൊട്ടിവിടർന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള പള്ളിയിലെ ആൾ ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് അറിയാമെങ്കിൽ അവിടെ നമ്മളിങ്ങനെ പാത്രമൊക്കെ കയ്യിൽ വെച്ച് 2 കോരിയും കൂടി പാത്രത്തിലേക്ക് ഇട്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്കതിങ്ങനെ കഴിച്ച് തീർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് പ്രഭാതം യഥാർത്ഥത്തിൽ പൊട്ടിവിടുന്നതിന് ശേഷം ബാങ്ക് വിളിക്കുന്ന ആളാണ് എന്ന് യഖീനോട് കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർവഹിക്കാവുന്നതാണ് എന്ന് മാത്രം. എന്നാൽ പ്രഭാതം ആയതിനു ശേഷമാണ് ബാങ്ക് വിളിക്കുന്നത് എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ പറ്റുകയില്ല. അതാണ് ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം ബാങ്ക് വിളിച്ചാൽ പിന്നെ നിങ്ങൾ തിന്നാനോ കുടിക്കാനോ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഹദീസിൽ ഫഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലഅൽ ഫജ്റു, കാരണം ഫജ്ർ ആയിട്ടല്ലാതെ അദ്ദേഹം ബാങ്ക് വിളിക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഹത്താ യുഖാല ലഹു അസ്ബഹ്ത അസ്ബഹ്ത, പ്രഭാതമായി എന്ന് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയണം, കാരണം അദ്ദേഹത്തിന് കാഴ്ചയില്ല, എങ്കിൽ അദ്ദേഹം ബാങ്ക് വിളിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. എന്നാൽ സൂക്ഷ്മത എന്താ? എല്ലാവരും പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഇട്ട് വെച്ച് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ ബാങ്കിൻ്റെ മുന്നേ പെട്ടെന്ന് കഴിച്ച് തീർക്കുക തന്നെയാണ് വേണ്ടത്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ പ്രഭാതമായി എന്ന് ഉറപ്പില്ലാത്ത ബാങ്കാണ്, അല്ലെങ്കിൽ ചില നാട്ടിൽ ചില മുഅദ്ദിനീങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചിലർ കുറച്ച് നേരത്തെ കൊടുക്കും, പ്രഭാതമാകുന്നതിന് കുറച്ച് മുന്നേ കൊടുക്കും, ഒരു ഇഹ്തിയാത്ത് അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇത് നേരത്തുള്ള ബാങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എന്നേ അതിൽ അർത്ഥമുള്ളൂ. കാരണം പ്രഭാതമായിട്ടില്ല. പക്ഷെ പ്രഭാതമായി എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ
ഒരിക്കലും പിന്നെ ബാങ്ക് വിളിച്ചാലും ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ ആകുന്നത് വരെ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുമുള്ള അനുവാദമുള്ളൂ എന്ന്. ഇനി അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്നതായ കാര്യമാണ്. ഒരാൾ ഞാൻ നോമ്പ് മുറിക്കാൻ അയാൾ തീരുമാനിച്ചു. നോമ്പ് മുറിക്കാൻ അയാൾ എന്ത് ചെയ്തു? അസീമത്ത്, അയാളുടെ നിയ്യത്ത് അയാൾ ഉദ്ദേശിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. അയാളുടെ നോമ്പ് മുറിഞ്ഞു. അയാൾ പിന്നെ ആ നോമ്പ് എന്ത് ചെയ്യണം? നോറ്റു വീട്ടണം എന്നർത്ഥം. അതുപോലെ തന്നെ അരിദ്ദ, ഒരാൾ മതഭ്രഷ്ടനാവുക. കാരണം എന്താ? ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരാൾ മതഭ്രഷ്ടനായാൽ, മുർത്തദ്ദായി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോമ്പ് മുറിയും. എന്ന് മാത്രമല്ല, അയാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ റമദാൻ 15 ആയപ്പോഴാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അയാൾക്ക് 15 വരെയുള്ള നോമ്പ് നോൽക്കണോ? ഇല്ല. അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള നോമ്പ് അയാൾ നോറ്റാൽ മതി. കാരണം എന്താ? ഖുൽ ലില്ലദീന കഫറൂ, നീ അവിശ്വാസികളോട് പറയുക, സത്യനിഷേധികളോട് പറയുക, ഇയൻതഹു യുഗ്ഫറു ലഹും മാ ഖദ് സലഫ്, അവരുടെ നിഷേധത്തിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ കഴിഞ്ഞതെല്ലാം അള്ളാഹു പുറത്തിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നോമ്പുകൾ അവർക്ക് എന്തല്ല, ബാധകമല്ല എന്നർത്ഥം. ഇനി ഒരാൾ ഈ ഭക്ഷണം കഴിക്കുന്നത് തന്നെ അയാൾ മറന്നുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്കെല്ലാം സുപരിചിതമാണ്. മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫൽയുതിം സൗമഹു. ഒരാൾ നോമ്പുകാരനായിരിക്കെ മറന്നിട്ട് അയാൾ കഴിച്ചു പോകുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്തു, അള്ളാഹ് നോമ്പ് മുറിഞ്ഞ് ഇനി ഞാൻ പൂർത്തിയാക്കുന്നില്ല എന്ന് പറയേണ്ടതില്ല. കാരണം ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹ്, അയാളെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തത് അള്ളാഹു ആകുന്നു. മറവി കാരണത്താൽ ഒരാൾക്ക് സംഭവിച്ചാൽ അയാളുടെ നോമ്പ് മുറിയുന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ നോമ്പ് മുറിയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാളുടെ നോമ്പ് മുറിക്കുന്നത് 3 കാര്യങ്ങളുണ്ടെങ്കിലാണ്. ഒന്ന് അൽ ഇൽം, അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണെന്ന് അയാൾക്ക് അറിയണം. ഇപ്പോൾ ഒരു കാര്യം ഒരാൾ ചെയ്തു, അപ്പോൾ അയാളോട് വന്നിട്ട് വേറൊരാൾ പറയാണ് അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയെന്ന് പറഞ്ഞാൽ അപ്പോഴേ അയാൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അയാളുടെ നോമ്പ് ശരിയാണ്, ഇനി അത് ചെയ്താൽ നോമ്പ് മുറിയും. അതുവരെ അയാൾക്ക് അറിവില്ലാത്തതാണ്. അപ്പോൾ അറിവില്ലായ്മ കാരണത്താൽ ചെയ്തതാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. 2, ഓർമ്മയോടുകൂടി ഞാനിത് ചെയ്താൽ നോമ്പ് മുറിയും എന്ന് ഓർമ്മയോടുകൂടി ചെയ്താലേ അയാളുടെ നോമ്പ് മുറിയുകയുള്ളൂ. മറവി കാരണത്താൽ ചെയ്തതാണെങ്കിൽ അയാളുടെ നോമ്പ് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും മുറിയുകയില്ല. അതുപോലെ തന്നെ അൽ ഖസ്ദ്, അയാൾ ഉദ്ദേശിച്ചുകൊണ്ട്, അതായത് മനഃപൂർവ്വം ചെയ്തതായിരിക്കണം. അതായത് ഒരാളെ വന്നിട്ട് വേറൊരാൾ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ചു, അയാളുടെ നോമ്പ് മുറിയുകയില്ല. ആണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. അൽ ഖത, തെറ്റ് അറിയാതെ ചെയ്തു പോകുന്നത്, വന്നസിയാൻ, മറവി കാരണത്താൽ ചെയ്തു പോകുന്നത്, വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിച്ച് വേറൊരാൾ ചെയ്യിപ്പിക്കുന്നത് എന്നർത്ഥം. ഇനി നോമ്പുകാരന് പുണ്യകരമായ ഐച്ഛികമായ ചില കാര്യങ്ങൾ അതും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ചില ആളുകൾ പറയും ഞാൻ അത്താഴത്തിന് എഴുന്നേൽക്കാറില്ല, അല്ലാതെ തന്നെ എനിക്ക് നോമ്പോൽക്കാം എന്ന് പറയും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത് അത്താഴത്തോടു കൂടി നോമ്പ് നോൽക്കലാണ്. നമുക്കത് ശരീരത്തിന് അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും നമ്മൾ ആ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അത്താഴം കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് മാത്രമല്ല, അത് അള്ളാഹു അനുഗ്രഹീതമായി ഈ ഉമ്മത്തിന് നൽകിയതാണ്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അള്ളാഹു നിങ്ങൾക്ക് അത്താഴത്തിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല അത്താഴത്തിന് ഏറ്റവും നല്ല അത്താഴമായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ് കാരക്ക കൊണ്ട് അത്താഴം കഴിക്കുക എന്നുള്ളത്. അത്താഴം കാരക്ക കൊണ്ട് കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നിഅമ സുഹൂറു അല്ലെങ്കിൽ നിഅമ സുഹൂറുൽ മുഅ്മിനി അത്തംറു, ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അത്താഴമാണ് തമ്ർ, കാരക്ക എന്ന് പറയുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തഅഖീറുസ് സുഹൂർ, ഒരാൾ അത്താഴം നേരത്തെ കഴിക്കുന്നത്, അതായത് രാത്രിയുടെ പാതി പിന്നിട്ടാൽ പിന്നെ ഫജ്ർ വരെ അത്താഴത്തിൻ്റെ സമയമാണ്. എന്നാൽ വൈകി കഴിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത്താഴം കഴിച്ച് സുമ്മ ഖുംനാ ഇല സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് വരെ, അതായത് നമസ്കരിക്കാൻ നിന്ന് കൈകെട്ടുന്നത് വരെയുള്ള സമയം, അപ്പോൾ നമസ്കാരം തുടങ്ങുന്നത് വരെയുള്ള സമയം, അത്താഴം കഴിച്ച് പിന്നെ നിസ്കാരം തുടങ്ങുന്നത് വരെയുള്ള സമയം ഏകദേശം 50 ആയത്ത് ഒരാൾ പാരായണം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 50 ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന് മാത്രമല്ല, നമുക്ക് ചെറിയ സൂറത്തുകൾ എടുത്തു നോക്കിയാൽ തന്നെ ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഒരു 50 ആയത്ത് പാരായണം ചെയ്യുന്ന സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്താഴം കഴിഞ്ഞത് മുതൽ നമസ്കാരത്തിന് നിൽക്കുന്നത് വരെയുള്ള, ഇഖാമത്ത് കൊടുക്കുന്നത് വരെയുള്ള സമയമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോമ്പ് പെട്ടെന്ന് തുറക്കുക. ചില ആളുകൾ ഇങ്ങനെ നോമ്പ് തുറന്നാലും ഒരു 2 മിനിറ്റ് കാത്തുനിന്നിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ ആ നല്ല നിയ്യത്തിന് നമ്മൾ ഈ ഹദീസ് കേൾക്കുന്നത് വരെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ. പക്ഷേ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ആളുകൾ നന്മയിലായിരിക്കും. നന്മയാണ്. ഇപ്പം എന്ത് ചെയ്യുക? സമയമായി എന്ന് ബോധ്യപ്പെട്ട പെട്ടെന്ന് നോമ്പ് തുറക്കാം. ഇനി ഒരാൾ സമയമായി എന്ന് കരുതി നോമ്പ് തുറന്നു, പക്ഷെ പിന്നെ മനസ്സിലായി സമയമായിട്ടില്ല എന്ന്, പ്രശ്നമില്ല, അയാൾ പിന്നെ കഴിക്കരുത്, സമയമായിട്ട് കഴിച്ചാൽ മതി. പക്ഷെ ആ കഴിച്ചു പോയത് അയാളുടെ നോമ്പ് മുറിക്കുന്നില്ല. കാരണം അത് വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അസ്മാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഫീ യൗമി ഗൈമിൻ, നല്ല മേഘം മൂടിയ ഒരു ദിവസത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു. പിന്നെ സുമ്മ തൊലഅത്തി ശംസു, ഞങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘം നീങ്ങിയപ്പോൾ സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, അസ്തമയം കഴിഞ്ഞിട്ടില്ല. മേഘം കാരണത്താൽ ഇരുട്ടിയതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആരോടും ആ നോമ്പ് നോറ്റു വീട്ടാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ സമയമായി എന്ന് ബോധ്യമായാലും വേഗം നോമ്പ് തുറക്കുക. ഇനി അങ്ങനെ തുറന്ന് സമയമായി എന്ന് വിചാരിച്ച ഒരാൾ നോമ്പ് തുറന്നു, പിന്നെ മനസ്സിലായി സമയമായിട്ടില്ല, അപ്പോൾ പിന്നെ അയാൾ ഒന്നും ചെയ്യാൻ പാടില്ല. സമയമായി എന്ന് ബോധ്യപ്പെട്ട വീണ്ടും എന്ത് ചെയ്യുക? നോമ്പ് തുറക്കുക. പക്ഷേ അയാളുടെ നോമ്പ് ശരിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി 4ാമത്തെ കാര്യം, റുതബ് കൊണ്ട് നോമ്പ് തുറക്കുക. റുതബ് എന്ന് പറഞ്ഞാൽ കാരക്കയാകുന്നതിന് മുമ്പ് കുറച്ച് അലിഞ്ഞ രൂപത്തിൽ, നമുക്ക് റുതബ് എന്ന് എഴുതിയത് തന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കുറച്ച് അലിഞ്ഞ രൂപത്തിൽ, അതായത് ഉണങ്ങിയ കാരക്കയാകുന്നതിന് മുമ്പെയുള്ള അവസ്ഥ, അങ്ങനെയുള്ള റുതബ് കൊണ്ട് നോമ്പ് നോൽക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലി, നമസ്കാരത്തിന് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ റുതബ് കൊണ്ട് നോമ്പ് നോൽക്കുമായിരുന്നു. ഫഇൻ ലം തകുൻ, അങ്ങനെ റുതബ് അദ്ദേഹത്തിന് കിട്ടാതെ വന്നാൽ, അല്ലെങ്കിൽ റുതബ് ഇല്ലെങ്കിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നത്? ഫഅല തമറാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്ക കൊണ്ട് നോമ്പ് തുറന്നിരുന്നത്. ഫഇൻ ലം തകുൻ ഫഹസവാത്തിൻ മിൻ മാ, ഇനി കാരക്കയും കിട്ടിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഉണങ്ങിയ കാരക്കയേക്കാൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് ഈ റുതബിൻ്റെ പോഷകങ്ങൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്ന, ശരീരത്തിൽ പ്രത്യേകിച്ച് നോമ്പുകാരനായ അതുവരെ പട്ടിണി കിടന്ന വയറിലേക്ക് എത്താനും ശരീരത്തിന് പെട്ടെന്ന് അതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കാനും സാധിക്കുന്ന ഒരുപാട് ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ട്. വല്ലാഹു ആലം. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, സുന്നത്താണ് റുതബ് കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതോടനുബന്ധിച്ച്, അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പൊതുവെ നോമ്പുകാരൻ്റെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, 3 ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നിരസിക്കുകയില്ല. അതിൽപ്പെട്ടതാണ് അസ്വാഇമു ഹത്താ യുഫ്തിർ, നോമ്പ് തുറക്കുന്നത് വരെ നോമ്പുകാരൻ്റെ പ്രാർത്ഥന എന്നർത്ഥം. അതേപോലെ തന്നെ വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, വൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്ന മനുഷ്യൻ, മദ്ലൂമായ മനുഷ്യൻ, ഇവരുടെ ഒന്നും പ്രാർത്ഥന അല്ലാഹു തടയുകയില്ല. ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, തുറന്നു കഴിഞ്ഞാൽ ദഹബ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ധാരാളമായി സ്വതക്കകൾ, പരിശുദ്ധ റമദാൻ ധാരാളമായി സ്വതക്കകൾ നിർവഹിക്കുക, നേരത്തെ ഇവിടെ പറയപ്പെട്ടു. അതുപോലെ തന്നെ രാത്രി നമസ്കാരം ഭയഭക്തിയോടുകൂടി സുദീർഘമായി നമസ്കരിക്കുക. അതുപോലെ തന്നെ
അവസാനത്തെ 10 കഴിയുമെങ്കിൽ ഇഅ്തികാഫിരിക്കുക. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ മുഴുകുക, ദിക്റുകളിൽ മുഴുകുക, ദുആഉകളിൽ മുഴുകുക. ഉംറ, പരിശുദ്ധ റമദാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംറത്തുൻ ഫീ റമദാൻ തഅദിലു ഹജ്ജ. റമദാനിലുള്ള ഒരു ഉംറ, ഒരു ഹജ്ജ് നിർവഹിക്കുന്ന അത്രയും പ്രതിഫലാർഹമാണ്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ആരെങ്കിലും തർക്കത്തിന് വന്നാൽ ഇന്നി സ്വായിമുൻ എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ നോമ്പുകാരനായിരിക്കെ ചെയ്യുന്ന പുണ്യകരമായ കാര്യങ്ങളാണ്. നമുക്ക് വെറുക്കപ്പെട്ട ചില കാര്യങ്ങളിൽ പെട്ടതാണ് നോമ്പുകാരായിരിക്കെ ആ സമയത്തെ നമ്മൾ ഉപകാരപ്പെടാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നശിപ്പിക്കും. ഇപ്പോൾ ഉറങ്ങിയിട്ട്, അപ്പോൾ നല്ല ക്ഷീണമുണ്ടെങ്കിൽ ശരി, നമ്മൾ ഉറങ്ങൽ ആവശ്യമാണ്. എന്നാൽ മുഴുവനായി ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കളിച്ച് അല്ലെങ്കിൽ തമാശകൾ പറഞ്ഞൊക്കെ ആ നല്ല സമയത്ത് ഒഴിവാക്കുക, അത് നമ്മൾ ഒഴിവാക്കേണ്ട, ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വുദുവൊക്കെ എടുക്കുന്ന സമയത്ത് സാധാരണ നിലക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കൽ കുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവണ്ണം കൊപ്പിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോമ്പുകാരനായിരിക്കും അപ്രകാരം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുന്നതായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇപ്പോൾ ഭാര്യയെ ചുംബിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നോമ്പുകാരനായിരിക്കെ ചുംബിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു, അങ്ങനെ ചുംബിച്ചാൽ നോമ്പ് മുറിയുകയില്ല. പക്ഷേ കാന അംലകുകും ലിഇർബിഹി, വികാരത്തെ നിയന്ത്രിക്കാൻ നിങ്ങളെക്കാൾ ഏറ്റവും കഴിവുള്ള ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. നിയന്ത്രിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. പക്ഷേ സൂക്ഷിക്കേണ്ടതുണ്ട്, അതിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ തുപ്പലിറക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇങ്ങനെ നോമ്പ് പറ്റും അങ്ങനെ എപ്പോഴും ഇങ്ങനെ തുപ്പി നടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നുഹാമ, ഒരാളുടെ കഫം അല്ലെങ്കിൽ അങ്ങനെയുള്ളത്, അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പ്രബലമായ അഭിപ്രായം അത് ഇറക്കിയത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് മുസ്തഖ്ദർ, അതായത് മ്ലേച്ഛമായ കാര്യമാണ്, അതുകൊണ്ട് അയാളത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം സൂക്ഷ്മത, അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മത എന്ന അർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യരുത്, വായയിലേക്ക് എത്തിയാൽ, ഇപ്പോൾ കൊല്ലിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല. വായയിലേക്ക് എത്തിയാൽ പിന്നെ അങ്ങോട്ട് അത് ഇറക്കരുത്. ഇനി നോമ്പുകാരനായാലും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം മുസ്തഖ്ദർ, മ്ലേച്ഛമാണ്. അതേപോലെ തന്നെ അങ്ങനെ ഒഴിവാക്കേണ്ടതായ സംഗതിയാണ് എന്നർത്ഥം. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.